ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ ഇങ്ങനെയായിരുന്നു സാർ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും രൂക്ഷമായ മരുന്നുക്ഷാമം അനുഭവപ്പെടുകയാണ്. 2014 UDF കേരളം ഭരിക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അന്ന് MLA ആയിരുന്നപ്പോൾ സഭയിൽ ഉന്നയിച്ച സബ്മിഷന്റെ പ്രസക്ത ഭാഗം മാത്രമാണ് ഞാൻ വായിച്ചത്. ഇതെന്താണെന്നറിയാമോ? അതുകൂടി പറഞ്ഞുതരാം. ഞങ്ങൾ ഇതുപോലത്തെ സ്തുതിപാഠക സംഘമായിരുന്നില്ല. ഞങ്ങളൊക്കെ ഭരണകക്ഷിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു. എല്ലാ സപ്ലയേഴ്സും കൂടി കാർട്ടൽ രൂപീകരിച്ച് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഒരു ടെൻഡർ അതിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു. കാരണം മരുന്നിന്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ആ ഗവൺമെന്റിന്റെ മീതെ ചെലുത്തിയതാണ് 2014. അപ്പോൾ മരുന്നിന്റെ ഡിലേ വന്നു. ആ ഡിലേ കൂടുതലാകരുത് എന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ ചെയ്ത പണിയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. നല്ല മറുപടിയും തന്നു. അദ്ദേഹം സമയബന്ധിതമായിട്ടുള്ള ഒരു പ്രോജക്ട് പ്രഖ്യാപിച്ചു. ആ സമയബന്ധിതമായി തന്നെ എല്ലാ സ്ഥലത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ടെൻഡർ വഴി തന്നെ മരുന്നെത്തിച്ചു. അങ്ങ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്.